അഖിൽ എന്നാടിയുടെ വൈഫ് ഒളിച്ചോടിയ വിഷയത്തിൽ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നുണ്ട്. അതിന്റെ അടിയിലെല്ലാം വരുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെങ്ങായിന് ഒരുമാതിരി എന്താ പറയണ്ടേ, ആളെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തുന്ന രീതിയിൽ ആക്കി തീർക്കുന്ന കുറെ ആൾക്കാരുടെ കമന്റ്സ് ഒക്കെ കാണാൻ പറ്റി. ചിലപ്പോൾ ഹേറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരാൾക്ക് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴല്ല, ഈ ഒരു സംഭവത്തിലൊന്നും മുതലെടുത്തിട്ടല്ല ഒരാളെ നമ്മൾ വ്യക്തിഹത്യ ചെയ്യേണ്ടത്. ഇപ്പം ആള് ഓൾറെഡി വലിയൊരു അത്രയും മോശപ്പെട്ടൊരു സമയത്തോടു കൂടിയാണ് ആള് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ ആളുടെ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ആള് കാണുന്നത് ഇത്രയും വൃത്തിയിട്ട ഈ അല്ലെങ്കിലും ആളുകൾക്ക്, കാഴ്ചക്കാർക്ക് എല്ലാവർക്കും കണ്ടന്റ് ചെയ്യുന്ന ആളുകളെടുത്ത് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഹെയ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇവർ ഇങ്ങനത്തെ ഒരു വിഷയം വരുന്ന സമയത്തേക്ക് എല്ലാവരും കൂടെ വട്ടം ചേർന്ന് ഇങ്ങനെ കഴുകനെല്ലാം വന്ന് കൊത്തി തിന്നുന്നതൊക്കെയാണ് ഒരു അങ്ങനത്തെ ഒരു പ്രവണത ഞാൻ കാണുന്നത്. ഇപ്പൊ കുറെ ആളുകൾ ഒളിച്ചോടി പോകുന്നതെല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളുടെ വൈഫ് ഒളിച്ചോടി പോകുമ്പോഴത്തേക്ക് ആ വ്യക്തിനെ ഒന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്ന രീതിയിലുള്ള കമന്റ്സ് ഒക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് ആളെ ഇഷ്ടമല്ല, വേറെ ആളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇയാളടുത്ത് സംസാരിച്ചിട്ട് മര്യാദക്ക് മ്യൂച്വലായിട്ട് ഒരു ഡിവോഴ്സ് ഒക്കെ ചെയ്തിട്ട് പോവായിരുന്നു. ഇതിപ്പം ആൾ ഇത്രയും വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു സ്ത്രീ ഈ രീതിയിൽ പോകുമ്പോ ആളുകളൊക്കെ ഈ രീതിയിൽ ഇത്രയും മോശപ്പെട്ട രീതിയിലായിരിക്കും തന്റെ ഭർത്താവിന് ആളുകളുടെ മുമ്പിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കും ചിത്രീകരിക്കാൻ. അവർക്ക് അത്ര മനസ്സിലാക്കാൻ പറ്റാത്ത ബോധമില്ലാത്തൊരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും കാലം സ്നേഹിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും ആ ഒരു മാനുഷിക പരിഗണന കാണിച്ചിട്ട് പോവായിരുന്നു. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ രീതിയിലൊക്കെ അത്രയും ഹേർട്ടായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാ നിങ്ങളും കൂടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേദനിപ്പിക്കാണ്ടിരിക്കുക. നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലോടെ, എല്ലാവർക്കും ഫീലിങ്സ് ഇല്ലേ. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് ഗൈസ്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ക്രിയേറ്റേഴ്സിന്റെയും എല്ലാ കണ്ടന്റ്സും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പൊ ഞാൻ തന്നെ ഈ വ്യക്തിയുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളോ അദ്ദേഹത്തിന് ഫോളോ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ അറിയാം, തീർച്ചയായിട്ടും അറിയാം എത്രയോ ഫേമസ് ആണ് ആള്. പക്ഷെ ആളുടെ കണ്ടന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പേഴ്സണലി ഇത്രയും ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയത്ത് അത് ബുള്ളി ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കണ്ടിട്ട് ഈ രീതിയിൽ ഒരാളെ ഹേർട്ട് ചെയ്യരുത്. എത്രയോ കമന്റ്സുകൾ കാണാനിടയായി, കഴിവില്ലാത്തവൻ മറ്റേത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി നമുക്ക് കാഴ്ചക്കാരായിട്ടുള്ള നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോ പിന്നെയും ആ ഒരു വ്യക്തിനെ ഈ രീതിയിൽ പറഞ്ഞ് ഇങ്ങനെ ഒരു മുദ്ര ചാർത്തി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഈ ഒരു ഫേസ് കടന്നു പോകണം. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് കൂടെയാണ് ആളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നു, ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്തൊരു കാര്യമാണത്. അപ്പം നമ്മളത് ചെയ്യാണ്ടിരിക്കുക. നമ്മളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര സിവിലൈസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ലിറ്ററസി കൂടുതലുള്ള ഒരു സ്റ്റേറ്റിലൊക്കെ അല്ലേ ജീവിക്കുന്നത്. അന്നേരം ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള മിനിമം ആയിട്ടുള്ള മര്യാദ നമ്മൾ കാണിക്കുക. അപ്പൊ നിങ്ങൾ എങ്കിലും പോയിട്ട് ഈ ഒരു ടിപ്പിക്കൽ കമന്റ് ബോക്സിൽ കാണുന്ന ആ സാധനം നിങ്ങളെങ്കിലും ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു.